കാര്യം പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ പുറത്ത് കൈവെക്കുക, അവരുടെ സമ്മതമില്ലാതെ കൈവെക്കുക, അവരെ ഉപദ്രവിക്കുക, ഭീഷണിപ്പെടുത്തുക പോലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവതരമായി എടുക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം നമ്മൾ ഗൗരവതരമായി എടുക്കേണ്ട വേറൊരു കാര്യം, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടും സമീപനവും എന്താണ് എന്നറിയാൻ കേരള സമൂഹത്തിന് വലിയ താല്പര്യമുണ്ട്. കാര്യം മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വളരെയധികം ആയുധവൽക്കരിക്കുകയും വെപ്പണൈസ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഇലക്ഷന്റെ ദിവസം പോലും നിന്നെയൊക്കെ കൊന്നു കളയും എന്ന് വരെ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ച് പറയുകയുണ്ടായി. അപ്പം എതിർകക്ഷിയിലെ രാഷ്ട്രീയക്കാർക്ക് നേരെ വരുന്ന നമ്മുടെ ശങ്കരാടി ലോജിക്ക് നമ്മൾ നിർത്തണം. അത് ഏത് പാർട്ടിയാണെങ്കിലും, കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, BJP ആകട്ടെ, എല്ലാ പാർട്ടികളും നിർത്തണം. എതിർപക്ഷത്തെ രാഷ്ട്രീയക്കാരെ ഏതെങ്കിലും പെണ്ണ് കേസിലോ പെണ്ണ് സംബന്ധമായ കേസിലോ വിവാദത്തിൽപ്പെടുത്തി അവരെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു സ്വഭാവവും മറ്റും നിർത്തണം. പക്ഷേ ഒരാളല്ല, എല്ലാവരും കൂടെ നിർത്തണം. ഗണേഷ് കുമാറിനെതിരെ ഇപ്പോൾ പുതിയൊരു ആരോപണം വരുമ്പോൾ അത് വ്യക്തിപരം എന്നതിനേക്കാൾ ഉപരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം അത് MLA എന്നത് കൊണ്ടാണ് പ്രാധാന്യമേറിയതെന്ന് പറഞ്ഞിരുന്നല്ലോ. അതേ ആൾക്കെതിരെയാണ് പുതിയൊരു ആരോപണം വരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് രാഹുൽ ഈശ്വർ നോക്കിക്കാണുന്നത്? ഞാനൊരു പുരുഷ ആക്ടിവിസ്റ്റാണ്. ആ പുരുഷ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നതിനോടൊപ്പം എനിക്ക് കേരള സമൂഹത്തിനോടും മാധ്യമങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് ഒരു യാർഡ് സ്റ്റിക്ക് വേണം, ഒരു സ്കെയില് വേണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സ്വകാര്യതയല്ല, അത് പബ്ലിക് പേഴ്സൺ ആണ്, MLA ആണ്, അതുകൊണ്ട് അധികാരസ്ഥാനത്തിരിക്കുന്നവരെ വേട്ടയാടണം എന്നുള്ളതാണ് തീരുമാനമെങ്കിൽ ശ്രീ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ സ്വകാര്യത എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. നേരെ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സ്വകാര്യത എന്ന് പറഞ്ഞാൽ ശ്രീ ഗണേഷ് കുമാറിന്റെ കാര്യത്തിലും സ്വകാര്യത എന്ന് പറയാൻ കഴിയണം. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളെ വെപ്പണൈസ് ചെയ്യുക, ആയുധവൽക്കരിക്കുക എന്നുള്ള പ്രവണത ശരിയല്ല. എനിക്ക് വിഷമം തോന്നി. എനിക്ക് ഗണേഷ് കുമാർജിയൊക്കെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. ഗണേഷ് കുമാർജി അടക്കം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലെ യങ്സ്റ്ററായ ഒരാളെ അപമാനിക്കുന്ന രീതിയിലും അധിക്ഷേപിക്കുന്ന രീതിയിലും ഒക്കെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് അദ്ദേഹത്തിനും ബാധകമാവില്ലേ എന്ന ചോദ്യം വരും. എന്റെ റിക്വസ്റ്റ്, ഇതെല്ലാം നമ്മൾ സ്വകാര്യതയുടെ ഭാഗമായിട്ട് എടുക്കണം. അൺലെസ് ഒരു ക്രിമിനാലിറ്റി അതിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഞാനൊരു റൈറ്റ് കൺസർവേറ്റീവ് ആണ്, ധാർമ്മികതയും സദാചാരങ്ങളും എന്നിരുന്നാൽ പോലും പ്രായോഗികമായ ലോകത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ 18 വയസ്സ് കഴിഞ്ഞ വ്യക്തിബന്ധങ്ങൾ, അതായത് ആണിനും പെണ്ണിനും വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ക്രിമിനലൈസ് ചെയ്യുകയും വെപ്പണൈസ് ചെയ്യുകയും ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം അങ്ങനെ ഒരുപാട് പേര് കൊടുക്കപ്പെടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ള അതേ യാർഡ് സ്റ്റിക്ക് ശ്രീ ഗണേഷ് കുമാറിന് കൊടുക്കണം. ഇത് രണ്ടുപേർക്കും എഗ്രി ചെയ്യാനും കഴിയണം. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് അടിക്കാനൊരു വടി കിട്ടുമ്പോൾ അത് അടിക്കുകയും നേരെ മറിച്ച് അതേ വടി ശ്രീ ഗണേഷ് കുമാറിനെതിരെ കിട്ടുമ്പോൾ അത് സ്വകാര്യതയാണെന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഒരു കാര്യം കൂടെ വ്യത്യാസം, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിച്ചിട്ട് പോലുമില്ല. ശ്രീ ഗണേഷ് കുമാർ വിവാഹിതനായ ഒരു വ്യക്തിയുമാണ്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. അപ്പോ ഈ വിഷയത്തിൽ കേരളീയ പൊതുസമൂഹവും സർക്കാരുകളും എടുക്കേണ്ട നിലപാട്, ഇത് സ്വകാര്യതയും ക്രിമിനൽ അല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ഇടപെടണ്ട എന്നുള്ളൊരു ബോധ്യവുമാണ് എടുക്കേണ്ടത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രിമിനാലിറ്റിന്റെ കാര്യം പറയുമ്പം രാഹുൽ ഈശ്വറിന്റെ അറിവിലേക്കാണ് ഈ ഭാര്യ, ഈ പരാതിയുമായിട്ട് രംഗത്ത് വരുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യ സംഭവം തെളിവ് സഹിതം ഹാജരാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവിടെ നിന്ന് രീതിയിൽ കണ്ടു എന്ന് തെളിവിന് വേണ്ടി വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് തന്റെ പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ച് ഭാര്യയുടെ ഫോണ് പിടിച്ചു വാങ്ങുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഞാൻ വാർത്തകൾ വായിച്ചു. അത് വളരെ ഗൗരവ ഇഷ്യൂ ഉള്ള കാര്യമാണ്. കാര്യം പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ പുറത്ത് കൈവെക്കുക, അവരുടെ സമ്മതമില്ലാതെ കൈവെക്കുക, അവരെ ഉപദ്രവിക്കുക, ഭീഷണിപ്പെടുത്തുക പോലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവതരമായി എടുക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം നമ്മൾ ഗൗരവതരമായി എടുക്കേണ്ട വേറൊരു കാര്യം, ഇവർ 112 വിളിച്ചിരുന്നു എന്നും, 112 വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് കംപ്ലൈന്റ് ആയി. ആ കംപ്ലൈന്റ് ആയി 112 വിളിച്ചു എന്നും പോലീസുകാർ മന്ത്രി ആയതുകൊണ്ട് തങ്ങൾക്കെതിരെ കേസെടുക്കാൻ പറ്റിയില്ല എന്നും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മകളായ ശ്രീമതി വീണ വിജയനെ വിളിച്ചു എന്നും അവരും വേണ്ട രീതിയിൽ ഈ കാര്യം പരിഗണിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചു. അപ്പൊ മുഖ്യമന്ത്രി എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. അപ്പോ സംഭവിച്ചത് കഴിഞ്ഞ ആഴ്ചയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ആൾക്കാർ 3 ദിവസം മുമ്പാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ സബ്ജക്ട് ടു കറക്ഷൻ. അപ്പോ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടും സമീപനവും എന്താണ് എന്നറിയാൻ കേരള സമൂഹത്തിന് വലിയ താല്പര്യമുണ്ട്. കാര്യം മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വളരെയധികം ആയുധവൽക്കരിക്കുകയും വെപ്പണൈസ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഇലക്ഷന്റെ ദിവസം പോലും നിന്നെയൊക്കെ കൊന്നു കളയും എന്ന് വരെ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ച് പറയുകയുണ്ടായി. അത്രമാത്രം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അറിയാൻ കേരള സമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, രണ്ടുപേർക്കും ഒരു യാർഡ് സ്റ്റിക്ക് ഉണ്ടാവണം. ആ യാർഡ് സ്റ്റിക്ക് സ്വകാര്യതയെങ്കിൽ സ്വകാര്യത, അഥവാ അങ്ങനെയല്ല അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് ഈ രീതിയിൽ സദാചാര പോലീസിന്റെ കൂടെ ആംഗിൾ വേണമെങ്കിൽ അങ്ങനെ. അത് ഏത് എന്ന്
മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു നിലപാട് അറിയാനാണ് കേരള സമൂഹം കാത്തിരിക്കുന്നത്. എന്റെ അഭിപ്രായം രണ്ടിനെയും ക്രിമിനലൈസ് ചെയ്യരുത് എന്നുള്ളതാണ്. അൺലെസ് ദെയർ ഇസ് എ ക്രിമിനൽ ആക്ടിവിറ്റി ഇൻവോൾവ്, നേരത്തെ പറഞ്ഞതുപോലെ ഭീഷണി അടക്കമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് വളരെ ഗൗരവമായിട്ടും എടുക്കണം. ഈ സോളാർ കേസ് ഉണ്ടായ സമയത്ത് അന്ന് മുൻ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കത്ത് തയ്യാറാക്കിയത് ഗണേഷ് കുമാർ ആണ്, അല്ലെങ്കിൽ കുറച്ച് വരികൾ കൂട്ടിച്ചേർത്തത് ഗണേഷ് കുമാർ ആണ് എന്നുള്ളൊരു പരാമർശം പലയിടങ്ങളിലും ഇപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോ ഇപ്പൊ ഗണേഷ് കുമാറിനെതിരെ വന്നിരിക്കുന്ന ഈ ഒരു ആരോപണം അതൊരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ടോ? ഇത് ചോദിക്കാനുള്ള കാരണം താങ്കൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉദാഹരണമായിട്ട് ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായും ഉമ്മൻചാണ്ടി സാറിനെ അന്യായമായി വേട്ടയാടിയതാണെന്ന് ഇന്ന് നമുക്കെല്ലാം വ്യക്തമായി. അതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ ആരോപണം സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. അതായത് ഉമ്മൻചാണ്ടി സാറിനെതിരെ വന്ന, അല്ലെങ്കിൽ ആ എഴുത്തിൽ ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള പരാമർശങ്ങൾ പിന്നീട് ആഡ് ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പലരും കേരളം ഞെട്ടലോട് ശ്രദ്ധിച്ചത്. അതിന് അടിയോ തിരിച്ചടിയോ ഉള്ള കാര്യം അറിയില്ല, അത് രാഷ്ട്രീയക്കാർ പരസ്പരം ചെയ്യുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ വെപ്പണൈസ് ചെയ്യുന്ന, സ്ത്രീകളെ ആയുധവൽക്കരിക്കുന്ന ഒരു പ്രവണത ഉമ്മൻചാണ്ടി സാറിന് മാത്രമല്ല ഒരുപാട് പേരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം അനാവശ്യ പ്രവണതകൾ ഇല്ലാതാക്കാനും ഈ ഇറ്റലിയുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വികസനത്തിന്റെയും സീരിയസ് ആയ ഐക്യത്തിന്റെയും ഒക്കെ രാഷ്ട്രീയം പറയുന്ന കാലഘട്ടത്തിലേക്ക് വരണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനം പോലീസ് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല. ഇതേ പോലീസാണ് രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വട്ടമിട്ട് കറങ്ങി അറസ്റ്റ് ചെയ്തത്, ബാംഗ്ലൂരിൽ പോയി വിശ്വാസ്യതയില്ലാത്തൊരു പരാതി എഴുതിക്കൊണ്ടുവന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ രണ്ട് കേസുകളും കേരള സമൂഹം തുലനം ചെയ്ത് ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിവാഹിതനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനും വിവാഹിതനായ കെ വി ഗണേഷ് കുമാറും എന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളും കേരളവും ചർച്ച ചെയ്യും എന്ന വിഷയത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി എടുക്കാൻ പോകുന്ന നിലപാടും സമീപനവും എന്താണ്, അതായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനം. അതേപോലെ തന്നെ മറ്റൊരു വിഷയമുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും ആക്രമിച്ച ഒരുപാട് CPM നേതാക്കന്മാർ, പ്രത്യേകിച്ച് വനിതകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അതേപോലുള്ള ആളുകൾ ഇപ്പോ ഈ വിഷയം ഉണ്ടായി, അല്ലെങ്കിൽ ഇത്രയും വലിയ വിവാദ വിഷയമായിട്ട് ബ്രേക്കിംഗ് ന്യൂസുകളിൽ ഉണ്ടായിട്ട് പോലും ഒരാൾ പോലും അതിനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു വിരൽ അനക്കാനോ പോലും തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെയുണ്ട്. കറക്റ്റാണ്. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ ശ്രീ കെ വി ഗണേഷ് കുമാർ കോൺഗ്രസിനൊപ്പം നിൽക്കുകയായിരുന്നെങ്കിൽ CPM-കാർ ആഞ്ഞടിക്കുമായിരുന്നു, BJP-ക്കൊപ്പം നിൽക്കുകയായിരുന്നെങ്കിൽ CPM-ഉം കോൺഗ്രസും ആഞ്ഞടിക്കുമായിരുന്നു, അല്ലെങ്കിൽ നാളെ CPM-നൊപ്പം നിൽക്കുമ്പോൾ ബാക്കി പാർട്ടികൾ ആഞ്ഞടിക്കും. ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് നമുക്ക് നിർത്തലാക്കണം. പകരം ഒരു സ്റ്റാൻഡേർഡ്, അതായത് ഒരു സ്കെയിൽ രണ്ടുപേർക്കും ഉണ്ടാകണം. ചിലരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, ക്രിമിനൽ ആക്ടിവിറ്റി ഇൻവോൾവ് അല്ലെങ്കിൽ നമ്മൾ ആ വിഷയങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഫൈനലി കോടതികൾ തീരുമാനിക്കട്ടെ, നമ്മൾ വിധിക്കാൻ ആരുമില്ല. ഇങ്ങനെ പല പൊസിഷനും നമുക്ക് എടുക്കാം. ആ പൊസിഷനുകളിൽ ഒരു ഇരട്ടത്താപ്പ് പാടില്ല. ഒറ്റ യാഡ് സ്റ്റിക്ക് ഉണ്ടാകണം, ഒറ്റ സ്കെയിൽ ഉണ്ടാകണം, ഒറ്റ സ്റ്റാൻഡേർഡ് ഉണ്ടാകണം. ഇരട്ടത്താപ്പ് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ കേസുകളിൽ ഞാനൊക്കെ പറയുന്ന സ്ഥിരമുള്ള നിലപാട്, ബഹുമാനപ്പെട്ട കോടതികളാണ് ഈ വിഷയത്തിൽ നിലപാടെടുക്കേണ്ടത്. കോടതികളിൽ പ്രഥമ ദൃഷ്ട്യാ തെറ്റുകാരനാണെന്ന് കണ്ടാൽ മാത്രം നമ്മൾ അയാളെ കുരിശിലേറ്റിയാൽ മതി, അല്ലെങ്കിൽ ക്രൂശിച്ചാൽ കല്ലെറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ആ മാന്യതയും മര്യാദയും എതിർപക്ഷത്ത് നിൽക്കുന്നവർ കാണിച്ചില്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ മറക്കരുത്. അവിടെയാണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം. അപ്പം എതിർകക്ഷിയിലെ രാഷ്ട്രീയക്കാർക്ക് നേരെ വരുന്ന നമ്മുടെ ശങ്കരാടി ലോജിക്ക് നമ്മൾ നിർത്തണം. അത് ഏത് പാർട്ടിയാണെങ്കിലും, കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, BJP ആകട്ടെ, എല്ലാ പാർട്ടികളും നിർത്തണം. എതിർപക്ഷത്തെ രാഷ്ട്രീയക്കാരെ ഏതെങ്കിലും പെണ്ണ് കേസിലോ പെണ്ണ് സംബന്ധമായ കേസിലോ വിവാദത്തിൽപ്പെടുത്തി അവരെ അഭിമുഖപ്പെടുത്തുന്ന ഒരു സ്വഭാവവും മറ്റും നിർത്തണം. പക്ഷേ ഒരാളല്ല, എല്ലാവരും കൂടെ നിർത്തണം. അവിടെയാണ് ഇതിലെ പോയിന്റ്. എല്ലാവരും, അതായത് ഇവരുടെ സ്വകാര്യ ജീവിതമാണ്, ആ സ്വകാര്യ ജീവിതത്തിൽ ക്രിമിനാലിറ്റി അല്ലെങ്കിൽ ക്രിമിനൽ ലോയുടെ വയലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശങ്ങളോ വിധിയോ വരട്ടെ. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ഒരു സ്റ്റാൻഡിൽ എത്തണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത്, തങ്ങളുടെ കൂടുള്ളവർക്ക് നേരെ ആരോപണം വന്നാൽ അവർക്ക് സംരക്ഷണ കവചം ഒരുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അതുണ്ടാകരുത്.